ചിക്കൻ കറി വെക്കാൻ സാധനം നമുക്ക് ചിക്കനെ ഒരു വെറൈറ്റി വെച്ച് വയ്ക്കാൻ പോട്ടാ. ഫ്രൈ അടിച്ചു കൊടുക്കണം നമുക്ക് ഒരു ഭംഗിക്ക്. ഒറ്റയ്ക്കുള്ള ക്യാമ്പിങ്ങും ഒറ്റയ്ക്കുള്ള കുക്കിങ്ങും. നമ്മുടെ മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പാടില്ലാത്ത മിക്സിംഗ് ആയിരിക്കണം എന്നറിയാലോ. അമേരിക്ക യാത്രയുടെ ഒക്കെ ഒരു വേറെ വെർഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണടാ. എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അമേരിക്കയിൽ വന്നിട്ടേ സെക്കോയ മരം കാണാൻ വേണ്ടി വന്നിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ മരം. ആ ഒരു വണ്ടർ കാഴ്ച കാണാനാണ് നമ്മൾ കാത്തിരിക്കണടാ. ഇന്നത്തെ എപ്പിസോഡ് വേറെ ലെവലാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഇന്നത്തെ ഒരു വണ്ടർഫുൾ നാച്ചുറൽ വണ്ടർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്കോയെ എവിടെ മുത്ത നീ കാണാൻ പറ്റാവും? 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. എന്തായാലും വെച്ച് പിടിക്കാം. സെക്കോയ മരത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോ തന്നെ വേറെ 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 മരങ്ങളൊക്കെ നമ്മളെ തേടിയിരിക്കുന്നുണ്ട് അവിടെ. അമ്മ ഏതാ ലെവല്, ഏതാ ഷോട്ട് തന്നെ. ഇപ്പൊ നീ ഇതിന്റെ ലെഫ്റ്റിൽ കാണുന്നതൊക്കെ ഇവിടുത്തെ വീടുകളാണ്. അത് ഇവിടുത്തെ ഗസ്റ്റ് ഹൗസ് ആണോ? ഒരു പ്രത്യേക ഒരു എനർജിട്ടാ. ഒരു ടെറൈനിൽ നമ്മള് 2 എന്ന് പറഞ്ഞിട്ട് മാറണം ചെയ്തേ. ഡ്രൈ ലാൻഡിന്ന് ആലോചിച്ച് നോക്കി നമ്മള്. ആഹാ ഏതാ ലെവല്. ജെയിന്റ് ഗ്രോ 47 മൈലുണ്ട് അവിടെ നിന്ന്. കാടിൻ നടുവിൽ കൂടുണ്ടാക്കാൻ കാതങ്ങൾ താണ്ടുമ്പോൾ പാലിൻ മറവിൽ പ്രായം മറയും കാലം അതുവഴി മാറും. അലതല്ലും തിരകളയൊന്നായി കൈക്കുമ്പിൽ കോരിയെടുത്തേ തിരമൂടിയ കരയുടെ മേലെ കാക്കാത്തിക്കിളിയത് ചൊന്നേ. അലതല്ലും തിരകളയൊന്നായി കൈക്കുമ്പിൽ കോരിയെടുത്തേ തിരമൂടിയ കരയുടെ മേലെ. വാ 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 അല്ലക്ക അല്ലക്ക സാധനപ്പാ. ഓ മരങ്ങളൊക്കെ ലൈറ്റിങ് നോക്കിയല്ലേ. ഭൂമിയുടെ ഓരോ സംഭവങ്ങളാ. എന്താല്ലേ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് കൂടി പകർന്ന് തരാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഒരു എനർജി ഉണ്ട്. എന്നാലൊരു സുഖം വേറെ തന്നെയാട്ടാ ഇതിന്റെ. കല്ലൊക്കെ റോട്ടില് വീണെടുക്കുന്നുണ്ട്. മോളിൽ നിന്നൊക്കെ കല്ലും സാധനമൊക്കെ എപ്പോണെങ്കിൽ വരാം. അമേരിക്ക ആയാലും അന്റാർട്ടിക്ക ആയാലും സെയിം തന്നെ. സ്പീഡ് ലിമിറ്റ് ഉണ്ട്. നമ്മള് ചെറിയ നേരെ റോഡാട്ടാ, ശ്രദ്ധിച്ചു പോണട്ടാ. നമ്മള് കൊടൈക്കനാൽ പോകുമ്പോ കല്ലുകൊണ്ട് കെട്ടി നിർത്തില്ലേ സൈഡ് ഭാഗം, അതുപോലെട്ടാ. റൈറ്റ് സൈഡിൽ ചെറിയ കൊക്കമൂടുണ്ട്. വേറെ കാര്യം, കൊടൈക്കനാൽ പോണ പോലത്തെ ഒരു ഫീലിംഗ്. റൈറ്റ് സൈഡിൽ നോക്കി നിങ്ങൾ കരിങ്കല്ലുകൊണ്ട് കെട്ടി നിർത്തിയിട്ടുള്ള അത് കണ്ട. നാടിനോട് ഓർമ്മിപ്പിക്കുന്ന എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു പാറ നിൽക്കണ നോക്കിയാ. ആൾക്കാര് ടണൽ റോക്ക് എന്നാണ് അതിനെ പേരണടാ. ടണൽ പോലെ ഉണ്ടായി നിൽക്കുക. പ്രകൃതിയാൽ സെറ്റ് ആയിട്ടുള്ള ഇരിക്കണം അതിൻ്റെ ഉള്ളിൽ. പ്രകൃതിയിലേക്ക് കടന്നോട്ട് നമ്മള് വീണ്ടും ബാക്ക് ടു പ്രകൃതിയായി. അപ്പൊ നമ്മള് മോളിയെ കയറാണ്ട് ഒരു വിസിറ്റർ സെന്റർ ഉണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഇവിടുത്തെ ഇൻഫോർമേഷൻ എടുത്തിട്ട് പോവാം. ഇന്റർനെറ്റ് ഇവിടെ റേഞ്ച് വന്നപ്പോഴേ നോക്കിയപ്പോ ഇവിടെ 20-30% മഴയെ കാണിക്കണേ. ഇപ്പൊ ഇവിടെ എവിടെയാണ് വിസിറ്റർ സെന്ററിന്റെ ഗൈഡ് ലൈൻ നമുക്ക് തരുന്ന സ്ഥലം. ഞാനത് ഈ റൈറ്റ് സൈഡിൽ കാണാതാണോ എന്ന് സംശയമുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഓ നൈസ് പണിയാണ്. നമുക്ക് ഇന്ന് പോയ ടൈമായിട്ട് കിട്ടില്ലടാ. ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഇന്ന് മഴക്കാർ തന്നെയാന്ന് പറഞ്ഞ. ഇന്ന് ഇവിടുന്ന് ഇനി 30% മോളിപ്പോ നിങ്ങൾ ആ മേഘങ്ങൾ ഇരുന്ന് നിൽക്കണുണ്ടല്ലേ, 30% മഴക്കോളാന്ന് പറഞ്ഞാ. അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യും. നമുക്ക് ഇവിടെ ക്യാമ്പ് ചെയ്യാം. നമ്മുടെ മനസ്സ് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നടന്നു കേട്ടോ. നമുക്ക് ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് നാളെ രാവിലെ കയറാം. എന്തുണ്ടെങ്കിലേ ഒരു ബീഫ് എന്തെങ്കിലും വാങ്ങിയിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തില്ലെങ്കിൽ നമ്മള് ഇഞ്ചാമുളി ഔട്ടെന്ന് അതുണ്ടാവണ വിശന്നിട്ടുണ്ടല്ലോ, കണ്ണ് കണ്ടൂടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ വിട്ടു പോവാം. എവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാട്ടോ. നല്ലൊരു ക്യാമ്പിങ് സ്പോട്ട് കണ്ടുപിടിച്ച് പോണ വഴിക്ക് എന്തെങ്കിലും മേടിച്ച് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ പവറാക്കാം. നാളെ രാവിലെ സെക്കോയ കാണാം. അത് ബുദ്ധി. ഇവിടെ ഇറങ്ങിയപ്പോഴേ നൈസത്തെ നല്ല തണുപ്പായി തുടങ്ങിട്ടാ. ഒരു പ്രത്യേക കാലാവസ്ഥ. എന്ത് പറഞ്ഞാലില്ലേ വാവ് എന്നാ പറഞ്ഞ. അമേരിക്ക വന്നേരം മാറ്റങ്ങൾ കേട്ടാ വെറുതെ. അപ്പൊ നമ്മള് തിരിച്ചു പോവാ. ഇപ്പൊ നാളെ രാവിലെ കാണാം. കുഴപ്പമില്ല, ഫുൾ പവറാണ്. ഇവിടെ നമുക്ക് കാണേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നുണ്ട്. സ്റ്റോപ്പ് ആൻഡ് പോലാണ്. ആള് ചിരിച്ചോട്ടാ. മനസ്സിലായ ആൾക്ക് നമ്മൾ തിരിച്ചു വന്നപ്പോ. അത് നമ്മൾ മുൻകൂട്ടി പറഞ്ഞാൽ മതി. നമ്മൾ താഴത്തേക്ക് ഇറങ്ങി ഇവിടുത്തെ ഒരു വില്ലേജ് മാർക്കറ്റ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാട്ടോ. എന്തെങ്കിലും നമുക്ക് വെച്ചുണ്ടാക്കാനായിട്ട് എവിടെയെങ്കിലും നിർത്തുമ്പോ കുക്ക് ചെയ്യാൻ എന്തെങ്കിലും വേണ്ട. നമ്മളൊന്നുമില്ല. അപ്പൊ കുക്ക് ചെയ്യാൻ എന്തെങ്കിലും നോക്കാം നമുക്ക്. വില്ലേജ് മാർക്കറ്റിൽ എന്നിട്ട് കിട്ടാം നോക്കട്ടോ. എല്ലാ സാധനങ്ങളും അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈശോ പൊന്നോ മത്തങ്ങ ഇരിക്കണ്ട. ഇതാണ് റിയൽ മത്തങ്ങ കേട്ടോ. തെങ്ങയുടെ കാറ്റ പീക്ക്. നമുക്ക് പറ്റിയ സാധനം ഉണ്ടാവില്ല. പിന്നെ ഉള്ളു നമ്മളത് കണ്ട നാരങ്ങണ്ട അവിടെ ഇതിലുണ്ട. അതിലെ ജ്യൂസ് അടക്കം വെച്ചിരിക്കട്ടോ. നമുക്ക് വല്ല ബീഫ് അങ്ങനെ എന്തെങ്കിലും മേടിക്കാൻ പറ്റും നോക്കാം. കുക്കിങ് ചെയ്ത് നമ്മൾ വേറെ ലെവലിലേക്ക് പോട്ടാ. നമ്മുടെ ന്യൂയോർക്ക് റിബ് സ്റ്റിക്ക് ബോധം എന്ന് പറഞ്ഞ പോർക്കിന്റെ റിബ് ഉണ്ട്. അത് 2 മേടിച്ചാലോ? 1 മേടിച്ചാലും മതി. 8 പൗണ്ട് കേട്ടോ. ചിക്കനിലേക്ക് വന്ന അതിന് അവസ്ഥ. ചിക്കൻ്റെ ബ്രസ്റ്റ് ഉണ്ട്. അതാണ് ഈ 2. അത് 14 ആണല്ലോ. 14 4
ചിക്കൻ്റെ ബ്രസ്റ്റ് ബുദ്ധിട്ടോ. ഒരു കാര്യം ചെയ്യാം, ഇത് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റും ഒരു ചിക്കൻ്റെ കാലും എടുക്കാം നമുക്ക്. അപ്പോൾ $8 കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറ്റിയ ഒരു റേറ്റാണ്. തല മുറിച്ച് മാറ്റുന്ന റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ഞങ്ങളുടെ മുകളിൽ കയറുമ്പോൾ ഇവിടെ തല മുറിച്ച് മാറ്റുന്ന റേറ്റാണ്. ഇവിടെ കുറേ ഗ്രാമങ്ങളുണ്ടാവുന്ന കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കൺട്രി സോസേജ് ഒക്കെ ഉണ്ട് കേട്ടോ. കൺട്രി സോസേജ്, ഇറ്റാലിയൻ സോസേജ്. ഇപ്പോൾ നമ്മളിത് ബ്രസ്റ്റും കൂടി എടുക്കണുണ്ടോ. നമ്മുടെ $10 പോയിട്ടാ പോവല്ല വൈറ്റിക്കാക്കാൻ പോണ പരിപാടി. ഇവിടെ വല്ല സോസ് നമ്മുടെ ഉണ്ട്, സോസേജ് നമുക്ക് ഉണ്ടല്ലോ. അതായത് നമുക്ക് നമ്മുടെ ഒലിവ് ഓയിൽ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അതൊന്നും വേണ്ട. ഇതിൻ്റകത്ത് നമുക്കൊരു സീസണിങ് മിക്സ് കൊടുത്തല്ലോ, സ്റ്റിർ ഫ്രൈ. ഒരു ചെറിയ ഇതിൻ്റെ കൂടെ നമുക്കൊരു ചാറ് പോലെ എന്തെങ്കിലും വെക്കാനായിട്ട് കറി പേസ്റ്റ്, റെഡ് കറി പേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഡോക്ടർ പറഞ്ഞ സാധനമാണ് നമ്മുടെ ട്യൂണ. ചിക്കൻ്റെ ബ്രസ്റ്റ് മീറ്റിന് 4.99, ട്യൂണയ്ക്ക് 2.49. രണ്ടെണ്ണം നമുക്ക് സ്റ്റാൻഡ് ബൈ വെക്കാം. എപ്പോഴെങ്കിലും വെക്കുമ്പോൾ നമുക്ക് വെച്ച് കഴിക്കാമല്ലോ. പച്ചക്കറി മിക്സ് ചെയ്ത് എന്തെങ്കിലും കഴിക്കണ്ടേ. ചിക്കൻ മാത്രമാകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമല്ല. പച്ചക്കറി തൊട്ട് കഴിഞ്ഞാൽ പൈസയാണ്. എന്നാലും നമുക്ക് എന്തെങ്കിലും മേടിച്ചാലോ. സ്ട്രോബെറി തന്നെയാട്ടോ. എന്തിട്ടല്ലേ കുഞ്ഞ ക്യാബേജ് വാങ്ങിയിട്ട് അതൊരു $1.60 കാണിക്കുന്നത്. ഇപ്പോൾ $2 താഴെയായിരുന്നു വലിയ കുഴപ്പമില്ല. ഇവിടെ വെയിറ്റ് നോക്കുന്ന സാധനം നോക്കിയാൽ ദാറ്റ്സ് കൂൾ. 1 കിലോ ഇല്ല കേട്ടോ. ഇതെല്ലാം കൂടി ഉണ്ടാക്കാം നമുക്ക്. ഇന്ന് നാളേക്കായിട്ട് തീർക്കാം. അത് ബുദ്ധി. കുറച്ച് വെജിറ്റബിൾ കഴിക്കാണ്ട് വേറെ പറ്റില്ല. അപ്പം ഇന്ന് നാളേക്കായിട്ട് നമുക്കിത് മേടിക്കാം. പർച്ചേസ് നീണ്ടു പോകണം. $20 നമ്മുടെ പർച്ചേസ് പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ സാധനം കയറ്റിയിടാ. ഇനി നമുക്ക് അടുത്ത സ്ഥലം കണ്ട് നമുക്ക് താമസിക്കാനുള്ള സ്ഥലം നമ്മൾ കണ്ടുപിടിക്കണ്ടേ. നല്ല നൈസ് തണവുണ്ട് പുറത്ത്. കേവ് എന്ന് പറയണ. അപ്പൊ നമുക്കൊരു ക്യാമ്പിംഗ് ഗ്രൗണ്ട് ഇവിടെ ഒത്തു കിട്ടണമെന്ന് പറഞ്ഞൊരു സ്ഥലം പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു സീനിക് ആയിട്ടുള്ള സ്ഥലത്താന്ന് പറഞ്ഞാടാ. നമുക്ക് നോക്കി നോക്കാം എവിടേക്ക് കൊണ്ടുപോകണമെന്ന്. ഒരു പാലത്തിന്റെ സൈഡിലുണ്ടെന്ന് പറഞ്ഞു. കിടിലം വഴിക്ക് നമ്മൾ ഇറങ്ങിക്കണടാ. ബ്യൂട്ടിഫുൾ പീക്ക് കേട്ടോ. എന്തായാലും കലക്കൻ റൂട്ടും കലക്കൻ സ്ഥലം എന്നിട്ടായാലും ഇവിടെ ഫ്ലഡ് വന്നിട്ടാണ്ടോ നിങ്ങള് വെള്ളം കയറി ഇറങ്ങി പോയിക്കണണ്ട. ഇവിടെ നമുക്ക് എവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാൻ നോക്കി നോക്കാട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാട്ടോ. രജിസ്റ്റർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാം. ഇന്റർനെറ്റ് കിട്ടണം നമുക്ക്, അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കിവിടെ റേഞ്ചേഴ്സിനെ ആരും കാണാനില്ല. നമുക്കിപ്പോൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഇതൊക്കെ ഫ്ലഡ് വന്നാട്ടെ. ഇത്രയ്ക്ക് ഹൈറ്റിലൊക്കെ ഇവിടെ വെള്ളം വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ? ഇതൊക്കെ വെള്ളം വന്ന ഏരിയകളാണ് നമ്മൾ കാണണം കേട്ടോ. നമുക്ക് ആദ്യം റൗണ്ട് അടിച്ച് നോക്കാം എന്നിട്ട് അവസ്ഥ. ഫ്ലഡ് വന്നിട്ട് റൈറ്റ് സൈഡിലൊക്കെ ഉണ്ടോ ഓപ്പൺ ആയിട്ടുള്ള പാർക്ക് എന്നിട്ടായാലും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ പറ്റാകില്ല. ഈ ഫ്ലഡ് വന്നതിന് ശേഷം ഇവിടെ എന്തോ പ്രശ്നം ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ അടിയിലൊരു ബസ് എടുക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അടുത്ത പണിയിലേക്ക് കിടക്കാട്ടോ. എനിക്കാണെങ്കിൽ ഡബിൾ മൈൻഡായി. ഇവിടെ എന്തൊരു സംബന്ധിച്ച് പിന്നെ ടോയ്ലറ്റ് സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ നല്ല സീനിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് മാത്രം കേട്ടോ. കപ്പിത്താൻ കിടക്കണ കിടപ്പണ്ട. പക്ഷെ ടോയ്ലറ്റ് ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാനില്ല. നല്ല കിടിലൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കിടിലൻ ലൊക്കേഷനാടാ. ഈ മല കയറിയിട്ട് വേണം നമുക്ക് നമ്മുടെ സെക്കോയ നാഷണൽ പാർക്കിൻ്റെ അകത്ത്. സെക്കോയ നാഷണൽ പാർക്കിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ താഴ്വാരത്തായിരുന്നു സ്വല്പം തണുപ്പ് കുറവുണ്ട്. നമ്മൾ മുകളിലേക്ക് നമ്മൾ നേരത്തെ പോയില്ലേ ഭയങ്കര തണുപ്പാട്ടാ. ഒരു കണക്കിന് താഴ്വാരത്ത് ക്യാമ്പ് ചെയ്തിട്ട് നാളെ രാവിലെ കയറി പോകണത് ബുദ്ധി. ഇപ്പം എന്നിട്ട് ചെയ്യണ്ടേ കൺഫ്യൂഷൻ ആയല്ലോ. ഇവിടെ ഒരു ക്യാമ്പ് സൈറ്റ് കാണിക്കുന്നുണ്ട് 8 മൈൽ അപ്പുറം. നമ്മൾ വന്ന വഴിക്ക് തന്നെയാണ്. അവിടെ ആകുമ്പോൾ കുളിക്കാനും ജപിക്കാനൊക്കെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ട്. കുക്കിങ്ങും കുഴപ്പമില്ല. ഇവിടെ കുക്കിംഗ് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇവിടെ ഒരു ബാത്റൂം അല്ലെങ്കിൽ ഒന്ന് നമുക്ക് വെള്ളം കൈകാര്യം ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ തുരുമ്പെടുത്ത് ഫുൾ പവറായി കണ്ടോ. പക്ഷികള് കാഷ്ടിച്ചിട്ട് നിൽക്കുന്ന ഒരു ഏരിയ. എന്തായാലും ഒരു എനർജി കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. ഇതും $25, അത് $30. അപ്പോൾ എനിക്ക് $5 വേണ്ടി നമ്മളെന്താ കുളി കളയണമെന്നുണ്ട്. കുളിച്ചാലേ നമുക്ക് നാളത്തേക്ക് ഒരു എനർജി ഉണ്ടാവുള്ളേ. ഇത്തിരി ഭംഗി കുറഞ്ഞാലും കുഴപ്പമില്ല. കുക്കിംഗ് നമ്മളൊന്ന് പവറാക്കും, അത് വേറെ കാര്യം. ഈ ക്യാമ്പ് സെറ്റ് ഇരിക്കണതേ ഇവിടുത്തെ ടിപ്പിക്കലായിട്ടുള്ള ആൾക്കാരുടെ വീടുകളാണ് നമ്മൾ അപ്പുറത്ത് കാണേണ്ടത്. നമ്മൾ ടൗൺഷിപ്പിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറി ഒരു ചെറിയ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ പോണത്. ഇന്ന് വില്ലേജുകളിൽ പോയി രാപ്പാർക്കാം എന്ന് പറയില്ലേ, ഒരു അമേരിക്കൻ വില്ലേജിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകണട്ടാ. ഈ വഴി കൂടെ 2 മൈൽ പോകണം നമുക്ക്. വേറെ റൂട്ട് എടുക്കേണ്ടി വരും. നൈസ് തണുപ്പായിട്ടാ. മോളെ കയറിയപ്പോഴേ നൈസ് തണുപ്പായി. നമ്മള് ഡെൻമാർക്കിലും നോർവേയിലൊക്കെ റൂട്ട് പോയിട്ടുണ്ടല്ലേ. ആ റൂട്ടിലേക്ക് ഒരു ചെറിയ ചായയൊക്കെ വരുന്നുണ്ട്. ഒരു യൂറോപ്യൻ ടച്ച് വരുന്നുണ്ട് ഈ റൂട്ടിൽ കിടന്നപ്പോൾ. ഓരോ കൗണ്ടികൾക്ക് ഓരോ ഭംഗിയായിട്ടാ ശരിക്കും. റൈറ്റ് സൈഡിൽ ചെറിയ റിവർ പോകുന്നുണ്ട്. ചെറിയ റിവറല്ല, ഒരു അരുവി പോലെ പോകുന്നുണ്ട്. അതിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. ആ വെള്ളം വീണതിന്റെയും പാറയം പഠിക്കുന്നതിന്റെ ഒക്കെ സൗണ്ട് നമുക്ക് കേൾക്കാം. ഫുള്ള് റാഞ്ചുകളാട്ടോ. നോക്കിയാൽ റൈറ്റ് സൈഡിലൊക്കെ റാഞ്ചുകളാണ്. വലിയ കുതിരകളെ കൊണ്ടുപോകാനായിട്ടുള്ള വണ്ടികളൊക്കെ നമുക്ക് കാണാം. കുതിര പോരാട്ടം തന്നെ നമ്മളിവിടെ നടത്തേണ്ടി വരും തോന്നുന്നു. കണ്ടിട്ട് ഫുൾ റാഞ്ചാണ്. റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ ഈ കുതിരകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ടുള്ള വണ്ടികളാണ് നമ്മൾ കാണുന്നത്.
നമ്മള് 3 മിനിറ്റ് കൊണ്ട് എത്തൂട്ടാ. ഒരു ചെറിയ ഒരു ഗ്രാമപ്രദേശത്തോടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. മെയിൻ റോഡിൽ നിന്ന് വിട്ടു പോവാം. ക്യാമ്പ് ഫയർ വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടാ. നോക്കിയാ സെക്കോയ അറിവിൽ നമ്മൾ കയറണട്ടാ. അകത്ത് കയറിയിട്ട് ഈ പറഞ്ഞ പോലെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ചിരിച്ചിരിച്ച് ചെയ്യണ്ടാവാ. എന്തായാലും ഒരു നല്ല കുത്തണ തണുപ്പുള്ള സ്ഥലത്തേക്ക് വന്നതൊരു കാണുമ്പോ നമുക്കറിയാം. മണാലിയിലൊക്കെ നമ്മള് ചെക്ക് ഇൻ ഹിയർ. എവിടെ ഹിയർ കാണാനല്ലോ. ആദ്യ ലൊക്കേഷൻ ആയിട്ടല്ലേ, ചിന്തിക്കാൻ പറ്റാത്ത ലൊക്കേഷൻ തേടി എത്തും. നമുക്ക് ഇവിടെ എൻട്രി കിട്ടിയാൽ മതി. അപ്പൊ നമ്മൾ ഇവിടെ റൂം എടുത്തിട്ടാ. നമ്മള് $40 ഉള്ള സാധനമാണ്. സംഭവം ഇവിടെ എക്സ്പെൻസീവ് ആണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കുറവ്. നമ്മൾ നേരത്തെ വേറെ സ്ഥലം നോക്കിയപ്പോൾ 60-65 കാണിക്കുന്നത്. അപ്പൊ ഇവരുടെ പറഞ്ഞു, ഞാൻ പറഞ്ഞു വണ്ടി മാത്രമുള്ള ഇലക്ട്രിസിറ്റി വേണം പറഞ്ഞാൽ $30 നമുക്കൊരാൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. Hello, my name is Brian Rothammer. Yeah. We're here at Sequoia RV Park. Okay. We're in Kauai, California. Thank you so much for the corporation. Thank you. പുള്ളി ഭയങ്കര സംഭവട്ടാ. പുള്ളി ഫുള്ള് ഹിസ്റ്ററി ഫുള്ള് പറഞ്ഞിട്ടാണ്. നമുക്ക് $30 കിട്ടാനായിട്ടില്ലേ പരമാവധി നമ്മള് ചവിട്ടി കൂട്ടിയാളാ. അവസാനൊക്കെ തോന്നി വെറുതെ കൊടുത്താലൊക്കെ തോന്നല് വരെ തോന്നി. അങ്ങനെ ഉണ്ടായി. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ അലക്കണ്. നമ്മളെ കുക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങാൻ പോവാ. ചിന്തിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എൻട്രി ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ മാപ്പ് ഉണ്ട്. ശരിക്കും നമ്മൾ എടുക്കേണ്ടത് ഈ റൈറ്റ് സൈഡിലത്തെ ഒരു സ്ഥലത്തൊക്കെ എടുക്കേണ്ടത്. റിവർ സൈഡ് ഉണ്ട്. അപ്പൊ റിവർ സൈഡിൽ നമ്മൾ പോയി പാർക്ക് ചെയ്ത് കുക്ക് ചെയ്തിട്ട് വരാം. എടുക്കണം നമ്മള് നാളെ രാവിലെ എണീക്കുന്നത് ഈ സൈഡിലായിരിക്കും കേട്ടോ. നമ്മൾ നേരെ റിവർ സൈഡ് ലക്ഷ്യമാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കണം. നമ്മള് അങ്ങനെ പോയിട്ട് എവിടെ ഒരു റിവർ സൈഡ് വരുന്നുണ്ടാ. സംഭവം ഉണ്ടല്ലോ, ചിന്തിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് നമുക്ക് കിട്ടണടാ. കപ്പിത്താൻ കിടക്കണ റേഞ്ച് കണ്ടാ. അരുവീര തീരത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ പോലെ അല്ലേ. ഏടിയ വെള്ളി കാലില് ചുറ്റാന്ന് പറയില്ല. ആ കേസാട്ടോ നമ്മള് പാപ്പ ലൈഫ് ചെയ്തില്ലേ മണാലിയില്. അതിന്റെ ഒരു മൂഡില്ലേക്കില്ല ഇവിടെയൊക്കെ. നമുക്ക് സമയം എന്ന് വെച്ചാൽ അമ്മരത്തെ കുക്കിംഗ് നമ്മൾ കൂടെ ഇറക്കാറുന്നു. പക്ഷെ ആ കാണുന്ന മലയുടെ മുകളിൽ സെക്കോയാട്ടാ. സെക്കോയ നാഷണൽ ഫോറസ്റ്റിന്റെ ഒരു ഇടവഴി ഇതിലുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഹൈക്കിങ്ങിന് മാത്രമേ പോകണല്ലോ. വണ്ടി മാർഗം പോകണമെങ്കിൽ അങ്ങനെ ചുറ്റിട്ട് നമുക്ക് ഏറ്റവും മുകളിലേക്ക് എത്തണം. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഹാപ്പിട്ടാ. കിട്ടുന്ന സ്ഥലം നമുക്ക് കിട്ടി. കപ്പിത്താൻ കിടക്കണ കെടുപ്പ് വേണ്ട. ചിക്കൻ കറി വയ്ക്കാൻ സാധനം നമുക്കിന്ന് കുക്കിങ് തുടങ്ങാട്ടാ. നമ്മുടെ ചിക്കനും മട്ടനൊക്കെ നമുക്കിന്ന് പുറത്തേക്ക് എടുത്തിട്ട് കല്ലിന്നിട്ടെന്ന് ഫുഡ് കഴിക്കണ ക്വാണ്ടിറ്റിയിലും കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ. അപ്പൊ അത് കാരണം അങ്ങനത്തെ ഒരു ചിന്തയില്ല. നമുക്ക് മീറ്റൊക്കെ പതുക്കെ ഇത് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. അത് വിട്ടിക്കില്ല. നമുക്ക് നമ്മുടെ ഐറ്റംസ് ആദ്യം ഇറക്കാം. ഒന്നുമില്ല, നമ്മൾ ചിക്കനെ ഒരു വെറൈറ്റി വെപ്പ് വയ്ക്കാൻ പോട്ടാ. വെറൈറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ആദ്യത്തെ വെറൈറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോണട്ടാ. പറ്റുന്ന വെറൈറ്റി നമ്മുടെ ഗ്യാസ് അടുപ്പ് റെഡി ഉണ്ട്. നമുക്ക് ആകെ ഉള്ളത് ചിക്കൻ ഉണ്ട്. ചിക്കൻ നമുക്ക് കഴുകിയെടുക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ആദ്യം പൊട്ടിച്ചിട്ടേ അതൊക്കെ കഴുകിയെടുക്കട്ടോ. പ്ലാസ്റ്റിക്കിന് കൂടി ഇടാൻ പാടില്ല കേട്ടോ. 2 ചിക്കൻ കറക്റ്റായിട്ട് ഉള്ളിൽ സെറ്റാട്ടോ. അടിപൊളിയല്ലേ. ഇതിന് നമ്മൾ ഇനി വരച്ചെടുക്കണ്ടേ. നമുക്ക് ചിക്കൻ ആദ്യം കുറച്ച് വെള്ളം വെച്ച് കഴുകിയെടുക്കട്ടോ. നമുക്ക് നാളത്തേക്കും കൂടിയും വെച്ച് വയ്ക്കാം. ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ടുള്ളൂ. നമുക്ക് അഴുക്കളൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ജസ്റ്റ് നമ്മൾ പതുക്കെ ഒരു പീസ് കൂടി ആക്കാൻ വേണമെങ്കിൽ പ്രസ്റ്റി പീസിന് നമ്മളൊരു പീസ് കൂടി ആക്കിട്ടോ. ഒരു പീസ് 2 പീസ് ആക്കാം. ഇതിനിപ്പോൾ കുറയ്ക്കണേ. കാല പറ്റുന്നോട്ടെ. കാല നമുക്ക് സെറ്റ് ചെയ്യണം. കാലം മുറിക്കണം. വേണ്ട, കാല അവിടെ ഒറ്റയ്ക്ക് എടുക്കട്ടെ. നമുക്കിതിനെ ഒന്ന് പതുക്കെ വരഞ്ഞെടുക്കട്ടോ. ആവശ്യമൊന്നുമില്ല. ചെക്കൻ ഫുൾ പവറാണ്. നമ്മൾ ഇതുവരെ വെക്കാത്തൊരു വെറൈറ്റി വെപ്പാണ് നമ്മളൊന്ന് വെക്കാൻ പോണത്. കാലുമ്പോൾ നമുക്ക് 2 പേരെ വരെയാം. കാല് നമ്മളിന്ന് കടിച്ച് പറക്കാനുള്ള കേട്ടോ. അപ്പം അത് സെറ്റായില്ലേ. അടുത്ത സാധനം നമ്മുടെ ആകെ കൂടിയിട്ടുണ്ടല്ലോ. ഫുള്ള് മസാലപ്പൊടിയിലുണ്ട്. ചിന്തിക്കാൻ പറ്റുന്ന മസാലപ്പൊടി. ഇതാ ബട്ടർ നമുക്ക് വേണമെങ്കിൽ സ്പ്രേ ചെയ്യാം. നമ്മുടെ അന്ന് കുക്ക് ചെയ്തപ്പോൾ കുറച്ച് ഓയിലുണ്ടായിരുന്നു. ഈ ഓയിലൊക്കെ വെച്ചിട്ട് നമ്മൾ അഭ്യാസം കാണിക്കാൻ പോണത്. ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ ലൂക്കച്ച കറക്റ്റായിട്ട് എല്ലാം നമുക്ക് വെച്ചെന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഇവരെ നേരെ എല്ലാം കൂടി മിക്സ് ചെയ്യണം. എന്നിട്ട് നേരെ അടപ്പത്ത് വെക്കണം. നമ്മുടെ ലക്ഷ്യം കേട്ടോ. നമ്മുടെ മിക്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പാടില്ലാത്ത മിക്സിങ് ആയിരിക്കണം എന്നറിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് മഞ്ഞപ്പൊടി വെതറാട്ടോ. ഇത് നിങ്ങൾ ഇതുവരെ കാണാത്തൊരു വെറൈറ്റി സാധനം നമ്മൾ ചെയ്യാൻ പോണത്. മുളക് പൊടി, എരിവുള്ള മുളക് പൊടി. കാശ്മീരി അല്ലാട്ടത്, എരിവുള്ള മുളക് പൊടി നമ്മളിങ്ങനെ തിരുമ്പി കൊടുക്കും. ഇത് കുറച്ചിട്ടുണ്ട് ആവശ്യം കേട്ടോ. കുറച്ച് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടു. ഇനിയാണ് നമ്മുടെ സാധനം ഇരിക്കണം കേട്ടോ. അപ്പോൾ നേരത്തെ ഇട്ട് വന്നിട്ട് ചില്ലി പൗഡർ അല്ല അത് നമ്മൾ ഗരം മസാല ഇട്ടാ. ചില്ലി പൗഡർ ഞാൻ വിചാരിച്ചു എന്താ ഒരു കറുപ്പ് രസം. ഗരം മസാല ഇത്തിരി കൂടുതൽ ഇട്ടുടാ. മിളക് ഇട്ടാ. അപ്പം മിളക് നമ്മളൊരു ഇന്ത്യൻ വെസ്റ്റേൺ മിക്സർ നമ്മൾ ചെയ്യാൻ പോണത്. അതിന് മുകളിലേക്ക് നമ്മൾ കുരുമുളക് പൊടി, നല്ല കലക്കം കുരുമുളക് പൊടി മുകളിൽ അങ്ങോട്ട് വെതറിയിട്ട് വേണമെങ്കിൽ 2 സ്പ്രേ അടിച്ച് കൊടുക്കണം. നമുക്കൊരു ഭംഗിക്ക് ഇല്ല. ഭംഗി ഇപ്പോഴല്ല, ഭംഗി നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാക്കാം. നമുക്ക് അതിന് മുകളിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ കുറച്ച് മതിയല്ലോ.
കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടാ. നമ്മുടെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, നമ്മൾ കയ്യിൽ ഈ ഉറയും കൂടി ഇടും. കയ്യിൽ ഉറയും കൂടി ഇട്ടിട്ട് ഈ സാധനം കൂടി തിരുമ്പും നമ്മൾ. അല്ലെങ്കിൽ നമ്മൾക്ക് പോകണത്തൊക്കെ നമുക്ക് ഇറച്ചിയുടെ മണമേ നല്ല രീതിയിൽ നമുക്ക് അങ്ങനെ തിരുമ്പിടുക. ഓയിലും ചിക്കനും എല്ലാം കൂടിയിട്ട് അങ്ങനെ മിക്സ് ആവട്ടെ. അപ്പോൾ നമ്മൾ കവർ മാറ്റി വയ്ക്കുന്നു, കൈ കൊണ്ട് തന്നെ ആക്കണം, വേറെ ഓപ്ഷൻ നമുക്ക്. നന്നായിട്ട് മസാല അങ്ങോട്ട് കൂട്ടാട്ടെ നമ്മൾ. പ്രകൃതി അപ്പുറത്ത് നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. നമ്മൾ മസാല അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ടല്ലോ, ഇതിൻ്റെ എണ്ണയൊക്കെ നമ്മൾ നന്നായിട്ട് തേച്ചിട്ട് 10 മിനിറ്റ് അങ്ങോട്ട് വെക്കണം നമ്മളിതിനെ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾക്ക് ഇന്ന് പച്ചക്കറി വിതരാനും നമ്മുടെ കുഞ്ഞ് മറ്റേ ക്യാബേജ് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങി പറയുമ്പോൾ തന്നെ വായൽ ഇങ്ങനെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യട്ടാ. വിശന്നിട്ടേ കണ്ണ് കണ്ടുകൂടാ. ഓക്കെ, അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് വെക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ഗ്യാസ് ഓണാക്കൽ തിരുക്കർമ്മം ചെയ്യട്ടാ. അയ്യോ സാധനം കൂടി വെച്ചോ. ഒറ്റയ്ക്കുള്ള ക്യാമ്പിങ്ങും ഒറ്റയ്ക്കുള്ള കുക്കിങ്ങും ലിഷോയ്ക്കുണ്ടെങ്കിൽ പറയാം, ലിഷോയ് അത് തരാന്നൊക്കെ പറയാം. ഇതിപ്പോൾ നമ്മൾ തന്നെ ഉള്ളൂ കേട്ടോ. ഷായി ചേട്ടനായാലും ശരി. ഓക്കെ, കിട്ടി സാധനം കിട്ടാണ്ടിരിക്കുമോ? നമ്മൾ പിന്നെ പതുക്കെ ഒതുക്കി വെക്കണോട്ടാ. എല്ലാം ഒതുക്കി വെച്ചിട്ടുള്ള ശീലമുള്ള കാരണേ. നമ്മൾ ഈ സാധനത്തിന് നേരെ കയറ്റി വെക്കണം. വേറെ വർത്താനൊന്നും ഇല്ലാന്ന് പറയില്ലേ. നേരെ കയറ്റി വെച്ചിട്ട് വെള്ളം ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം നമ്മൾ. അപ്പം അതിന് മുമ്പ് അടി പിടിക്കുന്ന സംശയമുള്ള കാരണം നമ്മൾ സ്വല്പം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ പാൻ മറ്റേ ഫ്രൈ പാൻ ഒന്നല്ലോ, നമ്മളിങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിലേക്ക് പിന്നെ ആക്കട്ടോ. അപ്പോൾ നമ്മുടെ മറ്റേ ചെറിയ ക്യാബേജ് ഉണ്ടല്ലോ, ഉണ്ട ക്യാബേജും ഉണ്ട്, കുറച്ച് പച്ചക്കറി ഉണ്ട്, $1 വാങ്ങിയത്. അപ്പോൾ അത് രണ്ടും നമ്മളിന്ന് ചിക്കൻ്റെ കൂടെ സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. നൈസ് തണുപ്പാട്ടാ. അപ്പം ക്ലീനാക്കി പോകാം, അല്ലെങ്കിൽ വലിയ പണി അവസാനം. നിങ്ങളൊന്ന് ആലോചിക്കുക, സെക്കോയ മരം കാണാൻ വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വണ്ടി എടുത്ത് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ലേട്ടാ. ഇതൊരു അനുഭവം തന്നെയാട്ടാ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണമാണ് നമ്മൾ ഈ കിടന്ന് കളിക്കണടാ. അപ്പോൾ നല്ല നൈസായിട്ട് ഇങ്ങനെ ഗുളുഗുളു വന്നു തുടങ്ങിയിട്ട് ഗുളുഗുളിക്ക് നമുക്ക് വേണമെങ്കിൽ സ്വല്പം കൂടി വെള്ളം വെച്ച് കൊടുക്കാം. ചിലപ്പോൾ ഇവനെ ചൂടാവാത്ത കാരണം ഒരു സുഖം ഉണ്ടാവില്ല, അടിപിടിക്കും ചിലപ്പോൾ. നമ്മുടെ സാധനം മെയിൻ സാധനം വരാൻ കിടക്കണല്ലോ. കുറച്ച് ബട്ടർ ഫ്ലേവറുള്ള സാധനം നമ്മൾ സ്പ്രേ അടിക്കണം. സ്പ്രേ അടിച്ചു കൊടുക്കാം. ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ സ്പ്രേ അടിച്ചു കൊടുക്കണം. ചക്കര നമ്മളിന്ന് വേറെ രീതിയിലേക്ക് കൊണ്ടുവരണം കേട്ടോ. കുക്കിങ്ങിൻ്റെ ഒക്കെ അടുത്ത പീക്ക്. നല്ല നൈസ് ക്ലൈമറ്റ് തണുപ്പായി തുടങ്ങിട്ടാ. ചിക്കൻ ഇങ്ങനെ പതുക്കെ ആയി തുടങ്ങിയിട്ടോ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചില്ലെങ്കിലേ പണി പാലും വെള്ളത്തിലാ കറക്റ്റ് ചെയ്ത് വെച്ചോട്ടാ. വെയിറ്റ് ബാലൻസ് അല്ലെങ്കിലേ. കുരുമുളക് പൊടി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ നമ്മുടെ ഫ്ലേക്ക് ഉണ്ടല്ലോ, ചില്ലി ഫ്ലേക്ക്, അടിപൊളിയാട്ടാ. നമുക്ക് ഉപ്പില്ലാത്ത കാരണേ ഇത് ഉപ്പിൻ്റെ പണി കൂടെ എടുക്കട്ടാ. നല്ല ഫ്ലേവറാട്ടാ, നല്ല മണം വരുന്നുണ്ട് ഈ സാധനം ഇട്ടുമ്പോൾ. ചിക്കൻ അങ്ങോട്ട് വെന്ത് വരട്ടാ. നല്ലൊക്കെ സാധനം ഉണ്ട് ഇത്. എന്നിട്ടാലും അല്ല അപ്പുറത്തെ ആൾക്കാരൊക്കെ ഇപ്പം നോക്കും കറിയുടെ മണം അങ്ങോട്ട് വരുവേ. നമുക്കൊന്ന് മറിച്ചിടാം. നമ്മുടെ സ്പൂണൊന്നുമില്ല, കത്തി വിത്ത് സ്പൂണൊന്നും. എന്തും മണം. നമുക്ക് അതിൻ്റെ മുകളിലേക്കും ചില്ലി ഫ്ലേക്ക് ഇട്ട് കൊടുക്കട്ടോ. നൈസായിട്ട് ആയി വരുന്നുട്ടോ. അതിനകത്ത് പണിയൊന്നുമില്ല, കുറച്ചൊന്ന് വെള്ളം ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യട്ടോ. ഇത് വലിയ പീസായ കാരണേ മറക്കാനും പിടിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ചെക്കൻ ഫുൾ പവറാണ് കേട്ടോ. നമ്മളിത് റെഡി ആയി വരുമ്പോഴേ ഇതിരിക്കുന്ന നമ്മുടെ കളികൾ ഇനി വരാൻ പോകണോട്ടോ. നമുക്കിനി ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ അയാൾ ഇങ്ങനെ കാണിച്ചേ. അപ്പോൾ ഇവിടെ കത്തിക്കാൻ പാടില്ല എന്നാണോ താറ്റ പറഞ്ഞാണോ എന്ന് അറിയില്ല കേട്ടോ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മളൊന്ന് ഗെയിം മാറ്റണത്. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതൊക്കെ ഓർഗാനിക് സാധനം ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അത് നമ്മളെ കൊല്ലാത്ത ഫംഗസ് ഒന്നും ഇല്ലാത്ത സാധനമായിരിക്കും. അമേരിക്കണേ നാടാണെങ്കിൽ 10 പ്രാവശ്യം കഴിക്കണം. അങ്ങനെയുണ്ട്. ഇപ്പോൾ പറയുന്നതാണ് കുറ്റം പറയുന്നത്. അടിയിലേക്ക് പോകണത് പതുക്കെ ആവുമ്പോൾ പൊക്കോളും. നമുക്ക് ആ ഫ്ലേവർ കിട്ടിയാൽ മതി. ചിക്കൻ്റെ ഫ്ലേവർ അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നൊരു ചക്കൻ പോയിപ്പെട്ട മൂടാനായിട്ട് പാത്രം ഇല്ല മുകളിൽ. വെന്ത് വരട്ടെ ചക്കൻ. മൂടിയൊക്കെ തന്നെ ഉള്ളിൽ പോകാനായിട്ട് ഇത്തിരി സമയം എടുക്കും കേട്ടോ. നമ്മൾ നമുക്ക് ഒന്നുകൂടി മറച്ചും തിരിച്ചൊക്കെ ഇടാം കേട്ടോ. സംഭവം ആയിട്ട് ഇവിടുത്തെ ചിക്കനല്ലേ പെട്ടെന്ന് ആവട്ടോ. ഒരു പീസ് എടുത്ത് കച്ച് വെക്കലോ. ഉപ്പ് ഇത്തിരി വേണുണ്ട്. നല്ല ഫ്ലേവർ കേട്ടോ. ബെസ്റ്റ് സാധനം അത്.
മുകളിൽ നമുക്ക് കുറച്ച് സ്പ്രേ അടിച്ചു കൊടുക്കട്ടോ. നമുക്കൊന്ന് തിരിച്ചിടാം. അകത്തൊക്കെ നല്ല ഫ്ലേവറായിട്ട് കിട്ടാം. നല്ല മണമുണ്ട്. ക്യാബേജൊക്കെ അലിഞ്ഞ് ചേർന്നു പറഞ്ഞ പോലെ കേട്ടോ. തൊട്ട് കഴിഞ്ഞാൽ അപ്പം പൊട്ടും. ചെറിയൊരു ബെൻഡുണ്ട് നമ്മുടെ സാധനത്തിന്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അടി പിടിക്കുന്നു. വേറെ കാര്യം നല്ല പരിപാടി. ചില നമുക്ക് കത്തിയാക്കാം എന്നുള്ളത് കഴിയുക. അപ്പോൾ ചിക്കൻ പതുക്കെ വേട്ടടാ. നമ്മൾ പതുക്കെ കുറച്ച് പ്രകൃതി കൂടി ആസ്വദിക്കണ്ടേ. പച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂർ പച്ചട്ടാ. പച്ചക്കന്നെ ഒരു ഭംഗിൻ്റെയാണ്. ഇവിടെ ഒരു സ്വിമ്മിങ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വിൻ്റർ ആയാലും മാത്രം പറ്റാത്തട്ടാ. ഓ എന്തൊരു സ്ഥലം. ഇത് കാണുമ്പോൾ നമ്മൾ പാപ്പ ലൈഫ് ഓർമ്മ വരട്ടാ. അമേരിക്ക യാത്രയുടെ ഒക്കെ ഒരു വേറെ വെർഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണടാ. അൺഎക്സ്പെക്റ്റഡ് വെർഷൻ എന്ന് പറയില്ല, അങ്ങനത്തെ സംഭവം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സൂര്യനെ പതുക്കെ പോയി തുടങ്ങി. കപ്പിത്താൻ ചെക്കനോടെ കുക്ക് ചെയ്ത് ഈ പാത്രത്തിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അടിപിടിക്കും ചിലപ്പോൾ. ക്യാബേജ് ഒന്ന് വന്ന് നോക്കാം. നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മൾ ഇന്ന് ഓടിച്ചെന്ന് സെക്കോയ്മാരൊക്കെ കണ്ട് ഇരുട്ടായിട്ട് വേഗം നമ്മൾ വണ്ടി ഓടിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോണേക്കാളെ നല്ലതല്ലേ. നമ്മളുടെ മനസ്സ് പറഞ്ഞു ഇന്ന് ഇവിടെ നിൽക്കാന്ന്. അതേപോലെ എല്ലാ കാര്യങ്ങളും നടക്കും ചെയ്തുട്ടാ. ഇതൊരു അത്ഭുതമെന്ന് ഞാൻ പറയലോട്ടോ. നമുക്ക് ഇങ്ങനത്തെ ഒരു ചിന്ത തോന്നിച്ചും ഇങ്ങനെ ക്യാമ്പ് ചെയ്യാനും ഇങ്ങനെ പോകുമ്പോൾ ഒരു സമാധാനം ഉണ്ട് നമുക്ക്. മറ്റേതാകുമ്പോഴല്ലേ ആകെ ഹറി പെറി. നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ കൊണ്ടുവന്നാൽ നമുക്ക് തോന്നുമ്പോൾ വണ്ടി നിർത്താം, നമുക്ക് തോന്നുമ്പോൾ വണ്ടി ഓടിക്കാം. നമ്മുടെ കൂടെ എത്ര നാളെ യാത്ര ചെയ്ത ആളായിട്ട് ആരും പ്രശ്നമൊന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞു മാത്രടാ. ഇടയ്ക്ക് ഇത് കഴിക്കുമ്പോൾ സുഖമുണ്ടല്ലോ. വേറെ വെസ്റ്റുണ്ടേ. മസാല ഒക്കെ ശരിക്കും ആയി വരുന്നുണ്ടോ. ഇവിടെ മുകളില് സെക്കോയ മരമല്ല കേട്ടോ, വേറെ മരമാണ്. വലിയൊരു മരത്തിൻ്റെ ബേസ് നമ്മൾ കാണുന്നത്. മുറിച്ച് മാറ്റി പോയി. ഈ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ നിൽക്കുക. ജസ്റ്റ് ഈ വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ട് ഇങ്ങനെ നിൽക്കുക. വേറെ ഒന്നും ചെയ്യാൻ വേണം. വെറുതെ ഇരിക്കാന്ന് പറയില്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇനി ആരോഗ്യം നോക്കിയില്ലെങ്കിലേ ചിരിച്ചിരിച്ച് വയ്യണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് അധികം കുക്ക് ചെയ്തെങ്കിലും സംഭവത്തിന് പകുതി മുക്കാൽ നമ്മൾ കഴിക്കും. എന്നാലും നമ്മൾ കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്തു. ഫാറ്റും പച്ചക്കറിയാണ് കൂടുതൽ കഴിക്കാനായിട്ട് അരുൺ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം, നമ്മൾ ഡയറ്റ് പ്ലാൻ തുടങ്ങിയിരിക്കുകയാണ്. ഒരു 3 മാസം കൊണ്ട് ഒരു 20 കിലോ കുറയ്ക്കാനായിട്ടുള്ള പരിപാടിയാണ്. ചിന്തിക്കാൻ പറ്റുമോ? അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുക്കിംഗ് പരിപാടിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോൾ നല്ല വിശപ്പുള്ള കാരണം നിങ്ങൾക്കറിയാലോ, രാവിലെ നമ്മൾ കഴിച്ചത് ആ ബിസ്ക്കറ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പറയുമ്പോൾ തന്നെ ആ വായിൽ വെള്ളം വരാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആ ബീഫിൻ്റെ ആ ഒരു ചെറിയ സ്റ്റിക്കില്ലേ, ചെറിയൊരു വടി പോലത്തെ ഈ വലുപ്പത്തിലുള്ള സാധനം നമ്മൾ കഴിച്ചു. പിന്നെ വെള്ളം കുടിച്ച് ഇങ്ങനെ പോവാം. അപ്പോൾ വൈകിട്ട് 6 മണിക്ക് മുന്നേ നമുക്ക് ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ നാളെ രാവിലെ 10 മണിക്ക് കഴിക്കുള്ളൂ. അപ്പോൾ ഡയറ്റ് വിത്ത് ഫുഡ് കഴിക്കുകയും ചെയ്യും. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ആ മൂഡിൽ നമ്മൾ 2 മാസം പിടിക്കാൻ പോണത്. ഒപ്പം തന്നെ ഡോക്ടറുടെ ഒരുപാട് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. എന്തായാലും എൻ്റെ കൂടെ വണ്ണം കുറയ്ക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ, ഹെൽത്തി ആയിട്ട് വരാൻ, എൻ്റെ പോലെ ഹെൽത്തി ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ കൂടെ കോൺ ചെയ്യാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലത്തെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെടും. ഞാനല്ല, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാർക്ക് വേണമെങ്കിൽ വന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. അടിപൊളി. നല്ല സെറ്റായിട്ട് വരണല്ലോ. ഇത് വേണമെങ്കിൽ പച്ചയ്ക്ക് നമുക്ക് അടിച്ചിടാം. പക്ഷെ ഒരു ഗ്രീനിഷ് കളറുണ്ട്. ഇതിന് മുകളിലേക്ക് നമ്മളിത് വെതറാന്ന് വിചാരിക്കും. പക്ഷേ വെതറില്ല. നമ്മൾ കുറച്ച് ഇത് എടുത്തിട്ട് നമ്മൾ ഇന്നത്തേക്ക് നാളത്തേക്ക് കൂട്ടിയിട്ട് നമ്മളിന്ന് പർച്ചേസ് ചെയ്തിരിക്കണം. കുറച്ച് നമ്മൾ മസ്റ്റേഡ് സാധനങ്ങളൊക്കെ ഒഴിച്ച്, ഇത് സ്വല്പം കാർബോഹൈഡ്രേറ്റ് ആണ്, എന്നാലും കുറച്ച് നമുക്ക് ടേസ്റ്റും വേണ്ട, ഒഴിച്ച് നമ്മളിന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് വേവട്ടെ. നമുക്ക് ചെറിയൊരു സലാഡ് ഉണ്ടാക്കാം കേട്ടോ. പച്ചക്കറി ഇല്ലാണ്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റേ. ബർഗറും കിറുകറും കഴിച്ചിട്ടേ തിരിച്ചിരിച്ച് വയ്യാണ്ടാവും. ഒന്നുമില്ല. ഇതിന് മുകളിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ ഫ്ലേവർ ഇടും. അതിൽ ഉപ്പടക്കം വരണ അതാണ് വ്യത്യാസം. എന്നിട്ട് നമ്മൾ ഈ സാധനം അങ്ങോട്ട് പൊട്ടിക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ സ്പൈസി ബ്രൗൺ മസ്റ്റേഡ് അങ്ങോട്ട് ചെറിയൊരു സെറ്റിങ്. അല്ലെങ്കിൽ വെറുതെ പച്ചല കഴിക്കുമ്പോൾ അങ്ങോട്ട് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ഇട്ട് കഴിക്കുമ്പോഴേ നമ്മൾ 5 ദിവസം കൊണ്ട് 1 കിലോ കുറയ്ക്കുന്നത് 6 ദിവസം കൊണ്ട് അതിന് കുഴപ്പമില്ല എന്നുള്ള ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ യാത്ര നമുക്ക് മുടങ്ങാൻ പാടില്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴിക്കണം. അപ്പോൾ നമ്മുടെ ചക്കനെ 2 പീസ് നമ്മളിന്ന് കഴിക്കും. ഏത് പീസ് കഴിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. 2 പീസും കുറച്ച് സാധനമൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം നാളത്തേക്ക്. നാളെ രാവിലെ ഇത് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, പ്രോട്ടീനല്ലേ. നമ്മൾ പാപ്പ ലൈഫ് ചെയ്ത് നിങ്ങൾ ഓർക്കണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പഴയ ആൾക്കാരാണെങ്കിൽ അറിയാം. പാപ്പ ലൈഫ് നമ്മൾ മണാലിയിൽ നമ്മൾ കപ്പിത്താനെ കൊണ്ടുപോയി ഒരു വേറെ കൺസെപ്റ്റിൽ ചെയ്തത്. പക്ഷേ 2 എപ്പിസോഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാലാവസ്ഥയുടെ പ്രശ്നങ്ങളും 4x4 അല്ലാത്തതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഇനിയുള്ള വെർഷൻസ് നമ്മുടെ അമേരിക്കയിലെ അടുത്ത ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ അടുത്തൊരു ടെറൈനിലേക്ക് നമ്മൾ കയറുമ്പോൾ
ട്രാവൽ വീഡിയോയ്ക്കുള്ള ഉപരി എല്ലാ ദിവസവും കുക്കിംഗ് വീഡിയോ ആയിരിക്കും. സൗണ്ട് ഉണ്ടാവില്ല. ASMRന്റെ വേറൊരു വെർഷൻ 10 മിനിറ്റ് 12 മിനിറ്റിന്റെ കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് ഞാനൊരു എക്സ്പെരിമെന്റ് പോലെ ചെയ്യണം. ഇവിടെ ഐസും സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിനുള്ള നമ്മൾ തകർത്താടണ്ടേ. അപ്പോൾ അതിനൊരു വെറൈറ്റി തീമും കൊണ്ട് നമ്മൾ വരുന്നുണ്ട്. എല്ലാവരും കീപ്പ് ഇൻ ടച്ച്. ചെക്കനെ വന്നുകൊണ്ടിരിക്കട്ടോ. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാ കഴിക്കാനുള്ള തിരുക്കർമ്മത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മളിവിടുത്തെ പരിപാടിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാ. ഒരു കുക്കിൻ്റെ ഏറ്റവും വലിയ ധർമ്മമാണ് കുക്ക് ചെയ്യാതെ മാത്രം പോരാ, അത് ക്ലീൻ ആക്കണം. എന്നാലും ഒരു കുക്കാവുള്ളൂ. ഞാനൊരു കുക്കായിട്ടൊന്നുമല്ല, എന്നാലും നമ്മൾ റെസ്പെക്ട് ചെയ്യണം നമ്മൾ. ഓ നല്ല രീതിയിൽ വെന്തുണ്ട് കേട്ടോ. സ്ഥലം മണ്ണടിച്ചിട്ട് സായപ്പന്മാരും ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. ഫുഡ് നമുക്ക് പതുക്കെ കഴിച്ചാലാ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചെക്കനെ പുറത്തേക്ക് ഇറങ്ങാം. നമുക്കൊരു ചെറിയ പീസ് മതി, ഒരു വലിയ പീസും ചെറിയ പീസും. ബാക്കി നമുക്ക് നാളെ കഴിക്കാം. ഇടണു ഇതും കൂടി ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പച്ചക്കറി അരിഞ്ഞിടാം. പക്ഷെ നമ്മൾ സൈഡിൽ നമ്മൾ വെക്കണം. നമ്മുടെ ഇന്നത്തെ ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തത് ഇവരെ നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ പാത്രത്തോട് കൂടിയിട്ട് മൂടി വെച്ചിട്ട് നാളെ നമുക്ക് എടുക്കാം. നമുക്കിപ്പോൾ തൽക്കാലം ചൂടാറട്ടെ. ചൂടാറും കുഴപ്പമില്ല, നമുക്ക് നാളെ ചൂടാക്കി കഴിക്കാം. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ നമ്മൾ കഴിക്കണ്ട. നല്ല ഒരു അന്തരീക്ഷം കേട്ടോ. നമുക്ക് നമ്മുടെ ചിക്കൻ ടേസ്റ്റ് നോക്കിയാലോ. സോസ് നല്ല എരിവുണ്ട് കേട്ടോ. ചിക്കൻ തന്നെ എടുക്കാം. നമ്മുടെ ലെഗ് പീസ് തന്നെ എടുത്തിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. അയ്യോ തമ്പാച്ച കളയില്ലട്ടാ, പോയി. നല്ല എരിവുണ്ട് കേട്ടോ. നല്ല മസാല, ചിന്തിക്കാൻ പറ്റുന്ന മസാല, പവറേഷ്. ഇപ്പം നമ്മുടെ ക്യാബേജ് റെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാബേജിന് നമുക്ക് നേരെ വാ ക്യാബേജിൽ ശരിക്കും മസാല പിടിച്ചുകൂടാ. ഈ ഒരു പീസ് തിന്നാനാ വരുന്ന കേട്ടോ. നല്ല വലുപ്പുണ്ട്. എനിക്ക് ചിക്കൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് ഈ നെയ് കഷ്ണം. ചിലർക്ക് തീരെ ഇഷ്ടമില്ല, പക്ഷേ എൻ്റെ ഇഷ്ടത്തിൽ നെയ്യ് എൻ്റെ ഫേവറേറ്റ് ആണ്. വാവ്, ചിക്കൻ കഴിക്കാന്ന് പറഞ്ഞാൽ ചിക്കൻ തന്നെയാടാ. ഫാം ലാൻഡിൽ ഉണ്ടാക്കണമെന്ന് അറിയില്ലട്ടോ. ചിക്കന് വേറെ ടേസ്റ്റ്. നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ ചിക്കൻ കഴിച്ചിട്ടില്ല. ഈ ബീഫ് ബർഗറും ആ ബർഗർ ഈ ബർഗറൊക്കെ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ചിക്കൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ചിക്കന് മാത്രമല്ലോ. വാവ്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യട്ടോ. ട്രൈ ചെയ്യാനൊന്നുമില്ല, നമ്മുടെ പൊടിക്കൈകളൊക്കെ വെച്ച് ചെയ്യുന്ന സംഭവമാണ്. എന്തായാലും നമ്മൾ വീണോളം വിഷ്ണു ലോകം എന്ന് പറയില്ല, അതേപോലെ നമ്മൾ എവിടെ നിന്ന് സെറ്റ് ചെയ്യണോ അവിടെ നമ്മൾ നമ്മുടേതായ ക്രിയേറ്റിവിറ്റി സെറ്റ് ചെയ്യണോ. അറേ വാ വാ വാ. അതിലൂടെ നമ്മൾ ഈ പച്ചക്കറി കൂടെ കയറ്റി കഴിഞ്ഞാൽ ഉണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നേരെ എടുത്തിട്ടില്ലേ, ആ ഫ്രൈ പാനിലിടണം. പക്ഷെ നമ്മൾ നാളത്തേക്ക് മാറ്റി വെച്ചായിരുന്നല്ലേ ഞാനത് ചെയ്തേനടാ. ആ സോസ് നല്ല ചൊടിയുണ്ട് കേട്ടോ. സംഭവത്തിൽ കലോറി കൂടുതലാണ്, പക്ഷെ എന്നാലും പച്ചക്കറി കഴിക്കുമ്പോൾ അത് അങ്ങോട്ട് പൊക്കോളും. നല്ല ചൊക്കാന്നിരിക്കുന്ന പച്ചക്കറി കേട്ടോ. നോക്കിയാ ഓ അൺബിലീവബിൾ.